പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. ഈ ഫലത്തെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഹിന്ദുത്വ CPMൻ്റെ അന്ത്യം കുറിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്നതാണ്. രാജ്യത്ത് ഇന്ന് 5 അസംബ്ലി മണ്ഡലങ്ങളുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായി 5 അസംബ്ലി മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. ഇതിൽ നിലവിൽ സിറ്റിംഗ് പാർട്ടി പരാജയപ്പെട്ടത് കേരളത്തിലെ നിലമ്പൂരിലും ബംഗാളിലെ കാളിഗഞ്ചിലുമാണ്. അതിലൊരു വ്യത്യാസമുള്ളത്, ബംഗാളിൽ ഭരണകക്ഷി സീറ്റ് പ്രതിപക്ഷത്തു നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. കേരളത്തിൽ നേരെ തിരിച്ചുമാണ്. ഇതിൽ നിന്ന് വളരെ കൃത്യമായ സന്ദേശം വ്യക്തമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ കാരണം എല്ലാവർക്കും അറിയാം. നിലവിൽ MLA ആയിരുന്ന, ഇടതുപക്ഷ MLA ആയിരുന്ന, തുടർച്ചയായി 2 തവണ അവിടെ വിജയിച്ച PV അൻവർ സർക്കാരിൻ്റെ RSS ബന്ധം തുറന്നു പറഞ്ഞുകൊണ്ട് രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ സന്ദർഭത്തിൽ സർക്കാരിന് വളരെ കൃത്യമായ ബാധ്യതയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കക്ഷിയായ CPMന് വളരെ കൃത്യമായ ബാധ്യതയുണ്ടായിരുന്നു തങ്ങൾക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാൻ. പക്ഷേ അതേസമയം CPM ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണിച്ച പ്രചരണ രീതി വളരെ കൂടുതൽ നിലമ്പൂരിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശൈലിയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹിന്ദുത്വ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി RSS ബന്ധം അടക്കം തുറന്നു പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയും വ്യക്തമാണ്. വളരെ കൃത്യമായി നിലമ്പൂരിനെ വർഗീയവൽക്കരിച്ച്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ എണ്ണം കുറഞ്ഞ ന്യൂനപക്ഷമായിട്ടുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. അവിടെ വളരെ കൃത്യമായി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ, വർഗീയമായി സ്പ്ലിറ്റ് ചെയ്യിക്കാനുള്ള നീക്കമാണ് CPM നടത്തിയത്. ഈ നീക്കത്തിനെതിരെയുള്ള ഒരു വലിയ വിജയമാണ് UDF സ്ഥാനാർത്ഥി അവിടെ നേടിയെടുത്തത് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, UDFൻ്റെ വിജയത്തെപ്പോലെ തന്നെ PV അൻവർ, അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ച് നേടിയിട്ടുള്ള 19,760 വോട്ടുകൾ എന്ന് പറയുന്നത് ഏകദേശം 20,000-നടുത്തുള്ള വോട്ടുകൾ, അത് പോൾ ചെയ്ത വോട്ടിൻ്റെ ഏതാണ്ട് 12% വരും. അപ്പോൾ 12%-ഓളം വോട്ടുകൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയെടുക്കുന്നു എന്നത് വലിയ ഘടകമാണ്. ഈ വോട്ടുകൾ കൂടി യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൽ ഉൾപ്പെടുന്ന വോട്ടുകളാണ്. UDFന് ലഭിച്ച വോട്ടുകളും അൻവറിൻ്റെ വോട്ടുകളും കൂടി ചേർത്താൽ 30,000-ലധികം വോട്ടുകളുടെ വ്യത്യാസമാണ് LDFും ഭരണവിരുദ്ധ വോട്ടുകളും തമ്മിലുള്ളത്. അതിൻ്റെ അർത്ഥം വളരെ ആഴത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വന്നിരിക്കുന്നു എന്നതാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം CPM തുടർന്ന് കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ നയങ്ങളാണ്. രണ്ടാമത് അവരുടെ സ്വജനപക്ഷപാതം, ധാർഷ്ട്യം, ധിക്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശേഷമാണ് വരുന്നത്. കേരളത്തെ മതേതര നിലപാടിൽ നിന്ന് കേരളത്തെ മാറ്റാൻ വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ 2021 തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഒരു മുസ്ലിം ക്രൈസ്തവ ഹാർമണിയെ തകർക്കുന്ന തരത്തിൽ ഉള്ള നീക്കങ്ങൾ LDF നടത്തിയിരുന്നു. അതൊരു ഭാഗികമായ വിജയം കൊണ്ടു. ആ ഭാഗികമായ വിജയത്തിൻ്റെ യഥാർത്ഥ നേട്ടം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP വിജയിക്കുകയും ആറ്റിങ്ങലും തിരുവനന്തപുരവും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗണ്യമായ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട്, ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗണ്യമായ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് BJPയാണ് അതിൻ്റെ ഗുണഫലം കൊയ്തെടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ BJPക്ക് ഗുണഫലം കൊയ്തെടുക്കുന്ന സമീപനം കേരളത്തിലെ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. PV അൻവർ തുറന്നു കാണിച്ചതും യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു. നിലമ്പൂരിലെ യഥാർത്ഥ പ്രചരണ വിഷയങ്ങളിൽ ഏറ്റവും മുഴച്ചു നിന്നതും ഈ ഒരു കാര്യമാണ്. ഇതിനെ മറയിടാനാണ് വെൽഫെയർ പാർട്ടി UDFന് നൽകിയിട്ടുള്ള പിന്തുണയെ, അത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് വെൽഫെയർ പാർട്ടി പിന്തുണച്ചിരുന്നത്. ആ പിന്തുണയെ വർഗീയവൽക്കരിക്കുന്ന ശ്രമം നടത്തിക്കൊണ്ട് LDF അല്ലെങ്കിൽ CPM, പ്രധാനമായും CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയനും MV ഗോവിന്ദനും വിജയരാഘവനും അടക്കമുള്ള നേതാക്കൾ നിലമ്പൂരിലാകെ വർഗീയ വിദ്വേഷം പടർത്താനും പരസ്പരം വോട്ടുകളെ ധ്രുവീകരിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തി. പക്ഷേ യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനത ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നാണ് ഇന്നും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുടെ ആദ്യത്തെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ജനവിധി കൊണ്ടും അവർ പാഠം പഠിക്കുന്നില്ല. ലോക്സഭയിൽ വലിയ തോതിൽ പരാജയപ്പെട്ടു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു,
അതിനുശേഷം നിലമ്പൂരിലും പരാജയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായ പരാജയങ്ങൾ അവർ ഇതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നതാണ്. ഈ പാഠം പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ് തരിപ്പണമാകുമെന്നാണ്. പശ്ചിമ ബംഗാളിൽ CPM ഇല്ലാതായത്, ത്രിപുരയിൽ CPM ഇല്ലാതായത് ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ധിക്കാരപൂർണവുമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ടാണ്. കേരളത്തെ വളരെ മോശമായി, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മോശമാക്കുന്നത്, അതിൽ BJPക്ക് കടന്നുകൂടാനുള്ള അവസരമുണ്ടാക്കുന്നത്, BJPക്ക് ശക്തി ആർജിക്കാനുള്ള അവസരമുണ്ടാക്കുന്നത് CPMൻ്റെ ഇത്തരം സമീപനങ്ങൾ കൂടിയാണ്. അതിനെ വളരെ കൃത്യമായി വളരെ കൃത്യമായി നേരിടാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നിലമ്പൂരിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് UDFൻ്റെ വിജയം വളരെ മികച്ച വിജയമാണ്, അതിൽ സംശയമൊന്നുമില്ല. അതേസമയം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്തിട്ടും 790 വോട്ടുകൾ UDFന് കുറവുണ്ട് എന്നതാണ്. LDFന് 10,000 വോട്ടുകൾ കുറഞ്ഞപ്പോൾ UDFന് 790 വോട്ടുകൾ കുറഞ്ഞു. ഇതെല്ലാം PV അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഇതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതേതര വോട്ടുകളെ ഏകീകരിക്കാനുള്ള നീക്കവും കൂടി UDF നടത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് അത്തരം സാമൂഹ്യ വിഭാഗങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നിലപാടുകൾ കൂടി UDFും സ്വീകരിക്കണം. ഇല്ലെങ്കിൽ UDFൻ്റെ നിലയും പരിങ്ങലാവും. അതുകൊണ്ട് വരാനിരിക്കുന്ന 2026 കേരള തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. കേരളത്തിലെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ കടന്നു കയറുന്ന ഹിന്ദുത്വ ശക്തികൾ അവർ കേരളത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ നടത്തുന്ന നീക്കത്തിൽ അതിന് തടയിടാൻ വേണ്ടി നിർണായകമായ ഒരു കാലമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് കേരളത്തിലെ UDF മനസ്സിലാക്കണം. ഏതായാലും കേരളത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരെ പ്രത്യേകം അഭിനന്ദിക്കണം. ഇത്രയധികം വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ടും വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള എല്ലാ നീക്കങ്ങൾ നടത്തിയിട്ടും അവിടുത്തെ വോട്ടർമാർ വളരെ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനെതിരെയുള്ള ശക്തമായ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നതാണ്. അതാണ് നിലമ്പൂരിൽ UDFൻ്റെ വിജയവും അൻവർ നേടിയിട്ടുള്ള 20,000 വോട്ടുകളും നൽകുന്ന സൂചന. ഈ സൂചന കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് ഒരു ശുഭ സൂചനയാണ്. ഈ സൂചനയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ സംഘപരിവാറിൻ്റെ ഒരു വളർച്ച ഉണ്ടാകും. അത് തടയിടാൻ വളരെ കൃത്യമായ സമീപനം ജനങ്ങൾ ജാഗ്രതയോടുകൂടി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അത്തരം സമീപനങ്ങൾ സ്വീകരിക്കണമെന്നാണ് നിലമ്പൂരിലെ വോട്ട് കണക്കുകൾ നമ്മോട് പറയുന്നത്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.